നിങ്ങൾക്ക് ഈ ടൈം ട്രാവലിലൊക്കെ വിശ്വാസമുണ്ടോ? എങ്കിൽ ഞാൻ 25-ന്ന് 2024 പോയിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഈ കാണുന്ന 70 രൂപയുടെ ജനറൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഗുരുവായൂർ എക്സ്പ്രസ്സിൽ നിങ്ങൾക്ക് ഗുരുവായൂർ അമ്പലത്തിൽ രാവിലെ പോയി ദർശനം നടത്തി തിരിച്ചു വരാൻ സാധിക്കും. ഈ കാണുന്ന ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടെ ലൈവ്ലിഹുഡ് സെന്ററിൽ നിങ്ങൾക്ക് 50 രൂപയിൽ താഴെ മാത്രം ഉണ്ടെങ്കിൽ ഫ്രഷപ്പായി ബാഗും ലോക്കർ റൂമിൽ വെച്ചിട്ട് ദർശനത്തിന് പോയിട്ട് വരാൻ സാധിക്കുക. ഇനിയിപ്പോൾ ദർശനത്തിന് ശേഷം നിങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് അതിഥികൾ നിങ്ങളെ അവിടെ കാത്തിരിപ്പുണ്ടാവുക. ഇതിനുശേഷം ഈ കാണുന്ന ബ്രാഹ്മൺസ് ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങൾ ലൈറ്റായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ചായയും വടയും കഴിച്ച് പുറത്തുള്ള കുഞ്ഞു കുഞ്ഞു സ്റ്റാളൊക്കെ ഒന്ന് കറങ്ങി നടന്നിട്ട് എൻ്റെ സഹയാത്രികരാണെങ്കിൽ അവിടെ പോലീസ് എയ്ഡ് പോസ്റ്റിൽ എങ്ങോട്ടോ പോകാനുള്ള വഴി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഞങ്ങൾ ചാവക്കാട് ബീച്ച് ലക്ഷ്യമിട്ട് ദേ അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നിങ്ങൾ ഗുരുവായൂർ അമ്പലം വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ബീച്ച് മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ്. കാരണം അമ്പലത്തിൻ്റെ അവിടെ നിന്നും ഏകദേശം ഒരു 6 കിലോമീറ്റർ അകത്തായിട്ടാണ് ഈ ഒരു ബീച്ച് വരുന്നത്. നിങ്ങൾ ദർശനത്തിന് ശേഷം ആ ഒരു ബീച്ചിൽ എത്തിക്കഴിഞ്ഞാൽ അധികം ആളുകളൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് ഈ ഒരു മോർണിംഗ് വേവ്സ് ഒക്കെ ആസ്വദിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഒരു ബീച്ച് സൈഡ് കുറച്ച് ഡേഞ്ചറസ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലുള്ള ഡേഞ്ചറസ് ആക്ട്സ് ഒന്നും പെർഫോം ചെയ്യാതിരിക്കുക. വീണ്ടും സമയത്തിൻ്റെ അതിപ്രസരം കാരണം ഞങ്ങൾ ഗുരുവായൂർ ആനക്കോട്ട, അതായത് പുന്നത്തൂർ ആനക്കോട്ടയിലേക്ക് ഒരു യാത്ര നടത്തി. അവിടെ എത്തിയപ്പോൾ ഒന്നിലധികം ഗജവീരന്മാരെ കാണാനായിട്ട് ഒരുപാട് സ്കൂൾ കുട്ടികളൊക്കെ അവിടെ എത്തി നിൽക്കുന്നതായിട്ട് ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടു. തിരിച്ച് ഞങ്ങൾ കോട്ടയത്തേക്ക് യാത്ര തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.